ഇത് ഹീറോണ്ട സ്പ്ലെൻഡറിൻ്റെ എഞ്ചിനാണ്. നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് ആകുന്നത് ഗിയർ, അതായത് വണ്ടി ന്യൂട്രൽ ആവില്ല. ഫസ്റ്റ് ഗിയറിൽ നിന്ന് വണ്ടി ന്യൂട്രൽ ആവുന്നുണ്ടായില്ല. അതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നത്. അത് ഗിയർ വീലിൻ്റെ സെലക്ടറിൻ്റെ ആയിരുന്നു പ്രശ്നം. അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നിലവിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വേറെ ഇപ്പം അഴിച്ചിട്ട് നമ്മളതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ, ഗ്യാസ്കറ്റ്, ഓറിങ് അമ്മാതിരി ഐറ്റംസൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യണുള്ളൂ കേട്ടോ. വേറെ നമുക്ക് പാർട്സായിട്ട് വേറെ കംപ്ലയിൻസ് ആയിട്ട് വേറെ ഒന്നും കാണുന്നില്ല. നിലവിൽ ഈ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ ശരിക്കും എഞ്ചിൻ അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ ഫുൾ സെറ്റ് ചെയ്ത് കയറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല കോസ്റ്റ് വരും. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ച് നോക്കണ വണ്ടി അഴിക്കണേക്കാളും ഓടിച്ച് നോക്കുമ്പോഴും വേറെ അങ്ങനെ ഒരു കംപ്ലയിൻസൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അതും പ്രകാരം നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല, അത് അങ്ങനെ തന്നെ റീസെറ്റ് ചെയ്യാണ്. ആ ഗിയറിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് അഴിക്കുമ്പോൾ റീസെറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. അതാണ് ഗ്യാസ്കറ്റുകൾ, ഓയിൽ സീല്, ഓറിങ്, അതേപോലെ ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ്, പിന്നെ ഗിയറുമായി ബന്ധപ്പെട്ട ബെയറിങ്ങുകളൊക്കെ തന്നെ നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയും കേസാണ് നമ്മൾ ഇതിനുമ്പോൾ ചെയ്യണുള്ളൂ. അതായത് ക്രാങ്ക് ഷാഫ്റ്റോ, ക്ലച്ച് ഡിസ്കോ, ടൈമിങ് ചെയിനോ, സിലിണ്ടർ കിറ്റോ, വാൽവോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ആ ഗിയറിൻ്റെ കംപ്ലയിൻ്റ് എന്താണോ ആ കംപ്ലയിൻ്റ് മാത്രമാണ് റെഡിയാക്കുന്നത്. അങ്ങനെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നതാണ്. ബോർ ചെയ്തൊക്കെ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒന്നും ചെയ്യാത്ത കേട്ടോ. നിലവിൽ അത്രയും കേസ് ചെയ്താൽ മതി നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട്, ആ കംപ്ലയിൻറ്റ് റെഡി ആവാനായിട്ട്. ഓക്കെ.